കാര്യത്തിലും ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരാളുടെ വസ്ത്രധാരണത്തിൽ ഒരിക്കലും അഭിപ്രായം പറയാൻ പാടില്ല. പക്ഷെ ചിലതൊക്കെ സുഹൃത്തുക്കളെ, ഞാൻ വളരെയധികം അത്ഭുതത്തോടെയാണ് സത്യം പറഞ്ഞ ഈ ചാനലിലെ ഈ ഒരു വാർത്ത അവതാരിക്കുകയും ഇതാണ് കേട്ടോ വാർത്ത അവതരിപ്പിക്കുന്ന വ്യക്തി. എന്തായാലും ഈ വാർത്ത അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായങ്ങളല്ല ഈ പറയുന്നത് എങ്കിലും ഒരു ചാനൽ വരുമ്പോൾ അതൊരു ചാനലിൻ്റെ അഭിപ്രായമായിട്ട് പുറത്തു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വിഷയത്തിൽ ഇവരൊരു പ്രതികരണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു മലയാളിയായിട്ടുള്ള നമ്മുടെ തെന്നിന്ന് നടി, ആ നടി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഉദ്ഘാടനത്തിൽ പോയി ആ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് അവർ ധരിച്ചിരിക്കുന്നത്. ഇത് കണ്ട സമയത്ത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ മുഴുവൻ അശ്ലീലമായിരുന്നു. നേരിട്ടിട്ട് കുളിക്കുന്നിടത്ത് നിന്നിട്ട് ഇറങ്ങി വന്നതാണോ, ഇത് കുളിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചതാണോ, ഇങ്ങനത്തെ ഒരു വേഷം വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഐശ്വര്യ ലക്ഷ്മിയുടെ ആ ഒരു ഇഷ്ടത്തെ, ആ വസ്ത്രധാരണത്തെ കളിപ്പിച്ചുകൊണ്ട് അതിഭീകരമായിട്ട് അപമാനിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ മാത്രമായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഉണ്ടായിരുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ കാണാൻ ഞാനിപ്പോൾ പറയുന്ന ഈ പ്രസ്തുത വീഡിയോ കാണാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചത് ഐശ്വര്യ ലക്ഷ്മിയുടെ ആ ഒരു വസ്ത്രത്തെ കളിപ്പിച്ച ആളുകൾക്കെതിരെയുള്ള ഒരു വർത്തമാനമായിരിക്കും ഇവർ പറയുന്നുണ്ടായിരിക്കുക എന്നുള്ള ധാരണത്തിന് പുറത്താണ്. തുടക്കത്തിലൊക്കെ അങ്ങനെയായിരുന്നു. പക്ഷേ പോകെ പോകെ ഇവര് ആകെ തകിടം മറയുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ആദ്യം കണ്ടത്. എന്നിട്ട് എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കാം. കാണുമ്പോൾ മൗനം പാലിക്കാൻ തോന്നാറില്ല. ഒരു അഭിപ്രായമുള്ള നിരവധി പേരുണ്ടാകും. അത്തരക്കാരടക്കം പ്രതികരിക്കുന്ന ഒരു വേഷവിധാനവുമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് തെന്നിന്ത്യൻ നടിയായ മലയാളി ഐശ്വര്യ ലക്ഷ്മി. ഏതോ ഒരു ഉദ്ഘാടനത്തിനെത്തിയ കോലമാണ്. കണ്ടാൽ കുളിമുറിയിൽ നിന്നും തോർത്തുകൊണ്ട് വാരിച്ചുറ്റി ഓടിയതുപോലെയുണ്ട് എന്നുള്ള നിരവധി കമന്റുകളാണ് ഈ ഒരു വീഡിയോയ്ക്ക് കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നടിയുടെ ഈ ഒരു കോസ്റ്റ്യൂമിന് ഒരാൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഓഫ് ഷോൾഡർ എന്ന് പോലും പറയാൻ പറ്റില്ല. മാറിന് താഴേക്ക് ഒരു തുണി ചുറ്റി വെച്ചിരിക്കുന്നത് പോലെയുണ്ട് കണ്ടാൽ. സോഷ്യൽ മീഡിയ ഈ ഒരു അഭിപ്രായങ്ങളെല്ലാം ഈ ഒരു പെൺകുട്ടിയുടേതായിരിക്കാം. ഒരു പക്ഷേ ഇവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ചാനലിൻ്റെതായിരിക്കാം. അവർ പറയുന്നത് മാറിന് താഴേക്ക് ഒരു തുണി ചുറ്റി വെച്ചിരിക്കുന്നത് പോലെയുണ്ട് കണ്ടാൽ. അങ്ങനെ കണ്ടാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം സ്വാഭാവികമായിട്ടൊക്കെ നമ്മളെ മുമ്പിൽ നിന്ന് വരേണ്ടത്. അത് അവരുടെ ഇഷ്ടമാണ്, അവർ സെലിബ്രിറ്റിയാണ്. അവർക്ക് ഒരുപക്ഷെ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് ഒരു പുത്തൻ ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ആ ഒരു ഉദ്ഘാടനത്തെ പറ്റിയ ഒരു കോസ്റ്റ്യൂം എന്ത് വേണമെന്ന് ഒരുപക്ഷെ അവർ സെലക്ട് ചെയ്തായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ ധരിച്ചതായിരിക്കാം. അവരുമായിട്ട് ഇവർ ടാഗ് ചെയ്തായിരിക്കാം. അവർ ഒരുപക്ഷെ ചില്ലറ പണം മിക്കവാറും അങ്ങനത്തെ ഒരു ഡ്രസ്സ് ധരിക്കണമെങ്കിൽ ഐശ്വര്യ ലക്ഷ്മിക്ക് അവർ നൽകിയിട്ടുണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം അങ്ങനത്തെ ഒരു ഡ്രസ്സ് ധരിച്ച് അവർ പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കാം. ഇതെല്ലാം അവരുടെ ഇഷ്ടങ്ങളാണ്. ഇതെല്ലാം ഐശ്വര്യ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ മാത്രം ഇഷ്ടങ്ങളാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് ഇവരുടെ വസ്ത്രത്തെ അപമാനിച്ചവർക്കെതിരെ സംസാരിക്കുക എന്ന രീതിയിലൊക്കെ തുടങ്ങിയിട്ട് അവസാനം ഐശ്വര്യ ലക്ഷ്മിയെ അപമാനിക്കുന്നതിലുള്ള വർത്തമാനം പറഞ്ഞിട്ടാണ് ഇവർ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. ഇത് കണ്ട നടിയെ ട്രോളുകയാണ്. ഇവരെ സപ്പോർട്ട് ചെയ്ത് ഒരൊറ്റ കമന്റ് പോലും ഇല്ല എന്നത് വീണ്ടും എടുത്തു പറയുന്നു. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്ത് പേക്കോലവും ചുറ്റാമെന്നാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ കുറിക്കൂ. ഇവര് ആ ഒരു വാക്ക് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്ത് പേക്കോലവും കെട്ടാമെന്നുള്ളതാണ്. പക്ഷേ ഇവര് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്ത് വസ്ത്രവും ധരിക്കാമെന്നാണോ എന്ന ഒരു ചോദ്യമായിരുന്നെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇവരിത് അവസാനിപ്പിച്ചത് എന്ത് പേക്കോലവും കെട്ടാമെന്നാണോ എന്ന രീതിയിലാണ്. പക്ഷേ എനിക്കിതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവർക്ക് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഏത് ഉദ്ഘാടനത്തിന് പോകുന്നു. അതിനെന്താണ് പ്രശ്നം? നോക്കൂ, ഇതിനേക്കാൾ വളരെയധികം അശ്ലീലമെന്നോ അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്നൊക്കെ പലർക്കും തോന്നിപ്പോകുന്ന വസ്ത്രങ്ങളുള്ള രീതികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഈ തോന്നൽ എന്തുകൊണ്ടുണ്ടാവുന്നു? നമ്മളെ ഉള്ളിലല്ല, നമ്മുടെ മലയാളികളുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഉള്ളിലും ഒരു അമ്മാവൻ സിൻഡ്രോം കയറിയിട്ടുണ്ട്. ഇത്ര കാലമായി കണ്ട് ശീലിച്ച കാഴ്ചകൾ മാത്രമാണ് ശരി, പഴയ ആളുകൾ മാത്രമാണ് ശരി, അവരുടെ ഭക്ഷണ രീതികൾ മാത്രമാണ് ശരി, അവരുടെ വസ്ത്രധാരണ രീതികൾ മാത്രമാണ് ശരി എന്നുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ആളുകൾക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഏതൊരു പുത്തൻ ഡ്രസ്സോ അല്ലെങ്കിൽ വസ്ത്ര രീതിയോ പെരുമാറ്റ രീതിയോ കണ്ടാൽ പോലും ഒരു ഔക്വേർഡ് ആയിട്ടുള്ള ഒരു ഫീലിങ്ങിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ
പ്രശ്നമൊന്നുമില്ല. സോറി, അതിന് വേറെ രക്ഷയൊന്നുമില്ല. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ അങ്ങനെ ഏതെങ്കിലും വസ്ത്രധാരണ രീതി കണ്ടോ, ചില പെരുമാറ്റ രീതിയിൽ കണ്ടോ, ഒരു ഔക്ക്വേർഡായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ഒരു അമ്മാവൻ സിൻഡ്രോം പിടികൂടിയിട്ടുണ്ട് എന്ന് മാത്രം ഒന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഈ ഐശ്വര്യലക്ഷ്മി ഈ ഒരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് പേക്കോലമാണ് എന്ന രീതിയിലേക്ക് അപമാനിക്കാൻ മാത്രമായിട്ട് എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്കുള്ളത്? ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് പല ചെറുപ്പക്കാരും നമ്മുടെ കേരളം, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം വിട്ടിട്ട് മറ്റു വിദേശ രാജ്യങ്ങൾക്ക് ചേക്കേറാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ഇത്തരം കാര്യങ്ങളാണ്. അവരവരുടെ കാര്യങ്ങൾ മാത്രമാണ് അവരൊക്കെ ശ്രദ്ധിക്കുക. മറ്റുള്ള ഒരാളുടെ വസ്ത്ര രീതിയെക്കുറിച്ചിട്ടോ അവർ വസ്ത്രം ധരിച്ചത് അവരെ നിറത്തിന് ചേരാത്തതാണെന്നോ ചേരുന്നതാണെന്നോ എന്ന രീതിയിലുള്ള ചർച്ചകളൊന്നും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതിനൊന്നും അവർക്ക് സമയമില്ല. കൃത്യമായിട്ട് ജോലി ചെയ്യുക, സമ്പാദിക്കുക, അത് ഏറ്റവും ഹാപ്പി ആയിട്ട് അത് ഒരു പണം കൊണ്ട് ജീവിച്ച് തീർക്കുക ഈ ജീവിതം എന്നതിൽ കവിഞ്ഞ് അവർക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാനും മറ്റുമൊന്നുമില്ല. പക്ഷെ നമുക്കതല്ല. നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്, മറ്റുള്ളവർ വസ്ത്രം നോക്കാൻ സമയമുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആ ഒരു വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് കളിപ്പിച്ചുകൊണ്ട് എഴുതാൻ സമയമുണ്ട്. ഇതാ ഇപ്പോൾ ആ പെൺകുട്ടി ചെയ്ത പോലെ അസലായി പഠിച്ചുണ്ടാക്കിയിട്ട് ആ ഐശ്വര്യലക്ഷ്മിയുടെ വസ്ത്രത്തെ പേക്കോലം എന്നൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്. ഇതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. ബൈ.